എടാ നമ്മുടെ ഗിൽഡില് ഒരാളും കൂടെ വന്നു. ഹലോ ഗായ്സ്, അപ്പം ഞങ്ങൾ ഇന്നൊരു ചലഞ്ചാണ് ചെയ്യാൻ പോകുന്നത്, ബാറ്റിൽ റോയൽ. ഞങ്ങൾ ചലഞ്ച് എന്ന് പറയുകയാണെങ്കിൽ ഒള്ളി വെഹിക്കിൾ ചലഞ്ചാണ്. ഞങ്ങൾ എന്ത് വെഹിക്കിൾ മാത്രമേ നിങ്ങൾക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ നിങ്ങൾ ഫ്രീ ഫയർ കളിക്കുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ഗിൽഡിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഞങ്ങളുടെ ഗിൽഡിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗിൽഡിൻ്റെ പേര് ടോജി ഗിൽഡ് എന്നാണ്. എൻ്റെ പേരിൻ്റെ അതിൻ്റെ ഗിൽഡ്. നിങ്ങൾക്കതിൽ കയറാൻ ഗൈസ്. ഗിൽഡ് കോമ്പറ്റേറ്റീവ് അല്ല, കാഷ്വൽ ഗിൽഡാണ്. നിങ്ങൾ ഗിൽഡിന് വേണ്ടി ട്രിബ്യൂട്ടൊക്കെ ചെയ്യാം, ഇത് കോൺട്രിബ്യൂട്ട്. അപ്പം നമുക്ക് വേസ്റ്റ് ചെയ്യാതെ കളി അങ്ങ് തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ കളി തുടങ്ങാൻ പോവുകയാണ്. കളി ഇതാ തുടങ്ങിയിരിക്കുന്നു. നമ്മൾ ഇറങ്ങാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടാണ് നമ്മുടെ ജിപ്പ്. അപ്പോൾ ഞങ്ങൾ ഇനി ഒരു അറ്റംപ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വണ്ടി കിട്ടിയില്ല. നമ്മൾ സെക്കൻഡ് സ്ഥാനത്തായിരുന്നു. എന്നാൽ വണ്ടി കിട്ടിയെങ്കിൽ ചിലപ്പോൾ ഫസ്റ്റ് വരായിരുന്നു, അറിയത്തില്ല. പക്ഷേ ഈ ഇതിൽ നമുക്കൊരു ബൈക്കെങ്കിലും കിട്ടിയാൽ മതി ഗൈസ്, ഞങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി. ഞാൻ പറയാം, ELK ഞാൻ പറയാം എപ്പോഴാണ് ജമ്പ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ജമ്പ് ചെയ്തോ? ELK ജമ്പ് ചെയ്യുക. ഇതാ നമ്മൾ ജമ്പ് ചെയ്ത് നമുക്ക് വേണ്ടത് വെഹിക്കിളാണ്. ഇപ്പൊ ELK ബൈക്കിന് വേണ്ടി സെർച്ച് ചെയ്യൂ, ബൈക്കിന് വേണ്ടി. അടുത്ത പോലെ ഞാൻ നോക്കുന്നതിന് എനിക്ക് നല്ല വെഹിക്കിളൊന്നും കിട്ടിയിട്ടില്ല. ഒരു കാറുണ്ട് ELK. ടുഡേ ലക്കി ഡേ. ELK വേണ്ട ഒരു വണ്ടി. ELK ദിവസം വണ്ടി. കം ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ് ഞങ്ങൾക്കൊരു വണ്ടി ആയിട്ടുണ്ട്. ഇന്ന് ഭയങ്കര ലക്കാണെന്ന് ഗൈസ്. അപ്പോൾ ഞാൻ വണ്ടി കൊണ്ടില്ലാതെ ഞാൻ തല്ലിക്കൊല്ലും ഗൈസ്. കഴിഞ്ഞ മാസം ഞങ്ങൾ റൂള് വെച്ചായിരുന്നു ആർമർ പാടില്ലെന്ന്. പക്ഷേ ഈ സമയം ഞങ്ങൾ ആ റൂള് വെക്കുന്നില്ല. ആർമറും ഞങ്ങൾക്ക് എടുക്കാവുന്നതാണ്. സോ ഗൈസ് ഞാൻ കുറച്ച് ടോക്കൺസ് കളക്ട് ചെയ്യണം ആർമർ മേടിക്കാൻ വേണ്ടി. സിദ്ധു എന്നെ മേളിൽ കൂടെ ഒരുത്തൻ പോയി. എന്ത് എവിടാ? വണ്ടി ഇടിച്ചു കൊല്ല. ഒരുത്തന്നെ കഴിച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ അവനെ തല്ലിയിട്ടുണ്ട്. എന്നിട്ട് ഗൈസ് വേറെ അവനെ കില്ലെടുത്തു. നമുക്ക് എൻ്റെ ആർമർ ഉണ്ടോ നോക്കാം ഗൈസ്. എൻ്റെ UMP ആയിരുന്നുള്ളത്. പക്ഷെ ഞങ്ങൾ വണ്ടി കയറി ബാഗിൽ നിന്ന് UMP എടുത്ത് കളഞ്ഞു. കാരണം ഇതാണ് ചലഞ്ചാണ്. അവിടെ പിന്നിൽ ആളുണ്ട് ഗൈസ്. നമുക്ക് പോകുമ്പോൾ നൈസായിട്ട് ഫിനിഷ് ചെയ്യാം അയാളെ. അങ്ങനെ ഫിനിഷ് ചെയ്തിരിക്കുന്നു ഗൈസ്. വണ്ടി കയറ്റി എല്ലാത്തിനും. ഞങ്ങളുടെ വണ്ടിയുടെ ഇത് കുറഞ്ഞു വരാൻ തോന്നുന്നു. ഐ തിങ്ക് വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം ഫുൾ തട്ടി മുട്ടി ഉറഞ്ഞിരിക്കുകയാണ്. വണ്ടി എപ്പോൾ വേണമെങ്കിലും പൊട്ടാൻ സാധ്യതയുണ്ട്. സോ അപ്പോൾ ഞങ്ങളിപ്പോൾ തൽക്കാലത്തേക്കെന്ന് പറഞ്ഞാൽ കുറച്ച് ആർമറൊക്കെ മേടിക്കുകയാണ്. സിദ്ധു ഇറങ്ങാം. വണ്ടി ഇവിടെ തന്നെ കിടക്കട്ടെ. മെഡിക്കിറ്റ് മേടിക്ക്. എടാ പറഞ്ഞ പോലെ എൻ്റെ സൂപ്പർ മെഡിക്കിറ്റ് മേടിക്കാനുള്ള സാധനം ഉണ്ടല്ലോ. വണ്ടി കയറാം. എടാ എന്റെ പുറകെ എനിമി. ഞാൻ ഇവനെ കസാപ്പ്. ഓക്കെ, ഞാൻ വരുന്നു. നിന്റെ അടുത്തോട്ട് ഞാൻ വരുക. ഇവിടെ ഒരു എനിമി ഉണ്ടായിരുന്നു. ഞാൻ അവനെ ഇങ്ങനെ ഓടിച്ചിട്ട് പോകുന്ന സ്ഥലത്ത് അവൻ വന്നോണ്ടിരിക്കും. നോക്ക്, അവിടെ ഓടിവാ. കറുത്ത സമയം അടിക്കാൻ അവൻ നോക്ക് അടിച്ചോടിച്ചോ. അടിയടാ കൊന്നിരിക്കുന്നു. ഇതാടാ ELK ഫിനിഷ്. നിനക്ക് മാത്രമേ ഗണ്ണ് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? എനിക്ക് ഗണ്ണ് ഉപയോഗിക്കാവോ? നിനക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. എടാ ഞാൻ അവൻ്റെ ഇതെടുക്കാനില്ലടാ ഇത്ര നേരം കൊണ്ട് ഓടി വന്നേ. നിനക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം പക്ഷെ നിനക്ക് ഗണ്ണ് ഫിനിഷ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. മീൻസ് എന്തുവാ, നോക്കൗട്ട് ആയ ആൾക്കാരെ അല്ലാതെ നിനക്ക് ഗണ്ണ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. എടാ പുറകെ ഇവിടെ പോവാ. നീ എന്റെ കൂടെ വന്ന ഒത്തിരി പ്ലെയറിനെ കിട്ടും. 2 പ്ലെയർ ഇപ്പം എന്റെ മുന്നിൽ. എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. ഓടിയോ 2 പ്ലെയർ. ഇവിടെ ഒരുത്തന്നെ വെടി വെക്കുന്നുണ്ടോ?
എവിടെന്നാ ഞാൻ വരുന്ന ഗൈസ്. അപ്പോൾ ഗൈസ് ഇവിടെ ഉണ്ട്. ഓടിയോ, എനിക്കൊരു വെപ്പൺ ഇല്ല. വെപ്പൺ ഉണ്ടായിരുന്നു. വെപ്പൺ പറ്റുമോ? നോ, ഓൺലി ഫിനിഷിംഗ്. ഇവിടെ ഒരു എനിമി, ഞാൻ ഓടുന്ന സ്ഥലത്ത് ഒരു എനിമി എന്റെ മുന്നിൽ കൂടെ ഓടുന്നു. ഗൈസ് എനിക്കിവിടെ ഒരുപാട് നല്ല പൊട്ട ഇതാണ് ഗൈസ്. ഗൈസ് ഞാൻ ഇവനെ തേടി കൊല്ലാൻ വേണ്ടിയാണ് പോകുന്നത്. ഓടി ഓടാ, ഇവന് ഹെൽത്ത് കുറവാ, നന്നായിട്ട് കുറവാ. ഗൈസ് ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഇത് വണ്ടി സ്റ്റക്കായിപ്പോയി ഗൈസ്. ഞാൻ എങ്ങനെയെങ്കിലും ഞാനിവിടെ ഒരു തന്നെ ഫോളോ ചെയ്തു അടിച്ചോണ്ടിരിക്കുക. ഗെറ്റ് ഓഫ്. എനിക്ക് ഗൈസ് അപ്പം ഞാൻ ഇപ്പം ചാവെന്ന് തോന്നുന്നു ഗൈസ്. ഗൈസ് എനിക്ക് ഈ വണ്ടി എങ്ങനെയെങ്കിലും എടുക്കണം. ഫോളോ ഇടയ്ക്കിടയ്ക്ക് ഗണ്ണ് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അതല്ല, ഐ ഡോണ്ട് എൻ്റെ വണ്ടി സ്റ്റക്കായി പോയി. ഒന്ന് എങ്ങനെയെങ്കിലും എടുക്കണം. അവനെ നീ പറഞ്ഞൊന്ന് കൈകാര്യം ചെയ്യും. ഞാനിവിടെ എന്റെ റോബോട്ട് ഇങ്ങനെ വന്നു. എന്റെ റോബോട്ട് വാ മോനെ. ഇങ്ങോട്ടൊന്ന് വന്നേ. ഇവിടെ വേറെ എനിക്ക് വണ്ടി എൻ്റെ ക്രാക്കായി പോയി. അതുകൊണ്ട് എനിക്കിനി വണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. ഞാൻ നല്ല സീനായിട്ട് വണ്ടി വെച്ച് കില്ലെടുത്തോണ്ടിരുന്നേ. പക്ഷെ അതിന് വേണ്ടി ഞാൻ പുതിയ വണ്ടി നോക്കിയിട്ട് വരാം. ഇവിടെ എനിമി, 2 എനിമി ഓടുന്ന. നീ വണ്ടിയൊക്കെ പെട്ടെന്ന് എടുത്തോണ്ട് പോ. ഞാൻ ഇവിടെ എന്റെ കൈയും വെച്ച് അവന്മാരെ ഇടിച്ചിടിച്ച് ഗണ്ണ് എന്തായാലും ഞാൻ ഉപയോഗിക്കുന്നില്ല. ഗൺ നിരവധി ചെയ്യാൻ. നൈസ് ബോയ്, നൈസ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ വണ്ടി ഇതായിരുന്നു മാത്രം ഞാൻ വേറെ വണ്ടി എടുക്കാൻ പോകണം. അല്ലെങ്കിൽ നമുക്ക് ഒരു ആവശ്യം ഇല്ലായിരുന്നു. വേറെ നല്ല ലക്കായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് നോക്കുവാണ് ഫസ്റ്റ് വ്യൂ. വെറുതെ കയറി ചെല്ലുന്നത്. എടാ എനിക്ക് ബേസ്ബോൾ ബാറ്റ് ഉപയോഗിക്കാമോ? അതൊരു മെല്ലി വെപ്പൺ അല്ലേ, അങ്കി ഉപയോഗിക്കാം. അത്രയ്ക്ക് ഡാമേജ് ഒന്നും ഇല്ല, എന്നാലും ഉപയോഗിക്കാം. എടാ എനിക്ക് 3 ആൾക്കാരെ കസാപ്പ് ചെയ്താ. എനിക്ക് ഒരെണ്ണം വേണം ബേസ്ബോൾ ബാറ്റ്. ബേസ്ബോൾ ബാറ്റ് ശരി. ഞാൻ നോക്കി ഇവിടെ ഉണ്ടോ നോക്കട്ടെ. ഇവിടെ ഉണ്ടെങ്കിൽ എടുത്തോണ്ട് പോയില്ല. അടുത്ത എനിമി ഞങ്ങൾ ബേസ്ബോൾ ബാറ്റ് എടുത്തു. കാരണം ഞങ്ങൾക്ക് മില്ലി വെപ്പൺ അല്ലാതെ വേറെ പക്ഷെ ഞാനെങ്കിൽ ഗണ്ണൊക്കെ ഒന്ന് കളയട്ടെ. പോടെ മോനെ നീയും പോ. എൻ്റെ ഒരു ബേസ്ബോൾ ബാറ്റ് മാത്രമാണ് ഗൈസ്. അതല്ല ഞങ്ങൾക്കൊരു വെഹിക്കിൾ വേണം. എൻ്റെ മെയിൻ വെഹിക്കിൾ ഇവിടെ വണ്ടി ഇറങ്ങി. എൻ്റെ വണ്ടി ഇറങ്ങി. എടാ നീ നിന്റെ വണ്ടി ഇട്. 2 പേർക്ക് 2 വണ്ടി ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കാം. ഈ വണ്ടിക്ക് പുക പിടിച്ചിരിക്കുക. എന്തേ നീ കാണിക്കും. ഞാൻ വരാം. നീ ഏത് വണ്ടി എടുത്തിരിക്കുന്നു? അത് തന്നെ. അപ്പൊ പിക്കപ്പ്. എടാ വണ്ടി ചുമ്മാ കൊണ്ട് ഇടിപ്പിക്കാതെ. പക്ഷെ എൻ്റെ വണ്ടിയുടെ ഇത് കുറവാണ്. അതായത് എൻ്റെ വണ്ടിയുടെ ഹെൽത്ത് കുറഞ്ഞു വരുവാണ്. വണ്ടിയുടെ പുകയൊക്കെ പോകുന്നുണ്ട്. വണ്ടി ഇങ്ങനെ ഓടിച്ച് റോഡിൽ കൂടെ ഇങ്ങനെ സഞ്ചരിക്കാൻ പോകുന്നു. ഞാനൊരു ഡെലിവറി ചെയ്യാനുണ്ട്. എന്ത് പറ്റി നിറത്തില്ല, ഇവൻ എന്ത് വട്ടാണോന്ന് എനിക്കറിയത്തില്ല. ഓ ഗൈസ് ഞാനിപ്പം ജസ്റ്റിന് രക്ഷപ്പെട്ടു. എടാ ഇവിടെ ഒരു പുതിയ പിക്കപ്പ് ഉണ്ട്, ഞാൻ എടുക്കാൻ പോവാ. എൻ്റെ പിക്കപ്പ് ഞാൻ വിട്ടു. ഇനി അതിൻ്റെ ഇത് കുറവായിരുന്നു. ഇതിൻ്റെ ഹെൽത്ത് നമ്മൾ ഒള്ളി വെഹിക്കിൾ ബൂയി അടിക്കുവോ നമുക്കറിയത്തില്ല. പക്ഷെ ഞങ്ങൾ വണ്ടിയൊക്കെ ഇങ്ങനെ സീനായിട്ട് ഇടുന്നുണ്ട്. എന്താ മോനെ കയറണമെങ്കിൽ കയറിയോ? നമുക്ക് വണ്ടിക്കില്ല. വണ്ടിയുടെ ഹെൽത്ത് എടാ മറ്റേ നമ്മുടെ ഇത് അവൻ വണ്ടിയുടെ ഹെൽത്ത് അടിച്ചടിച്ച് കളയുന്നു. എൻ്റെ ഈശ്വരൻ മുട്ടല്ലേ വണ്ടി. അയ്യോ വണ്ടി ബ്രേക്ക്. എടാ അവിടെ വല്ല വണ്ടി കുഴപ്പമുണ്ടോടാ? അടുത്ത് വേറെ വണ്ടി ഓട്ടോറിക്ഷ ഉണ്ട്. നിക്ക് ഞാനൊരു പിക്കപ്പിനെ കണ്ടു. ഞാനൊരു പിക്കപ്പ് കണ്ടു. ഞാനത് എടുക്കാൻ പോവാ. പിക്കപ്പാണത്? അല്ല കല്ലായിരുന്നു. എൻ്റെ വണ്ടിയുടെ ഫുൾ ഹെൽത്ത് കളഞ്ഞു അവനടിച്ച്. ഞാൻ ഇവിടെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുക. ഞാനിപ്പം എടാ നീ എൻ്റെ കൂടെ വാടാ. ശരി ഞാനിവിടെ. നമുക്ക് 2 പേർക്കും കൂടെ ഇല്ലെടുക്കാം. പക്ഷെ എൻ്റെ വണ്ടി റിപ്പയർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് അവനെ കയറി ഇടിക്കണമെന്നുണ്ട്. ഇങ്ങനെ ഞാൻ വരുന്നു പാഞ്ഞു. നിന്റെ അടുത്ത പ്ലെയർ അല്ല, നിന്റെ അടുത്ത പ്ലെയർ അല്ല, അത് നമ്മുടെ ടീമേറ്റാ. സോറി, അവനാണ് എന്നെ തല്ലിക്കൊണ്ട്. പ്ലെയർ ഓടി. പ്ലെയർ അടിച്ചുവല്ലേ? എനിക്ക് അടിച്ചു കൊല്ലുന്നു.
ഉടടാ സുകന്യ പരവീതി മനോജ ഇറങ്ങടാ. എന്റെ ബേസ്ബോൾ ബാറ്റ് അവനെ കാണിക്കാൻ പോകുന്ന നിജം. കാണിക്കടാ എന്റെ ബേസ്ബോൾ ബാറ്റ്. ഞാൻ ചത്ത് എന്നാ റിവൈവാ. ഇവനെ തല്ലിക്കൊല്ലു. അടി ആ കൊന്നോ? നിക്ക് വരുന്ന ഒരടി. ഓക്കെ ഞാൻ വരുന്ന എടാ ബേസ്ബോൾ ബാറ്റ് സീന. നീ റിവൈവ് ആയി. നീ റിവൈവ് ആയി. എന്റെ വണ്ടി എടാ ഇതിന് ബൂയി അടിക്കും നമ്മള് മിക്കവാറും കഴിച്ച് നമ്മൾ ബൂയി അടിക്കും. 6 പേരുണ്ട്. അതായത് സ്ക്വാഡ് രണ്ട് ആൾക്കാരുള്ളൂ. 4 നമ്മുടെ സ്ക്വാഡാ. അപ്പൊ ഒള്ളി വെഹിക്കിൾ ചാലഞ്ച് എന്നാ നമ്മൾ ബൂയി അടിക്കുവോ? ഞങ്ങളിത് റാങ്കഡ് എനിക്ക് പറ്റത്തില്ല. എന്റെ ഹോണർ സ്കോർ. അപ്പൊ ഞങ്ങൾ ഇവിടെ ടോക്കിയോ ഡ്രിഫ്റ്റ് ഒക്കെ അടിച്ചു നോക്കാം. അവന്മാരവിടെ കില്ല് ചെയ്തോളും. അതുവരെ നമുക്ക് ഇവിടെ ടോക്കിയോ ഡ്രിഫ്റ്റ് അടിച്ചു നോക്കാം. ശരിയോ ഞങ്ങളിവിടെ ടോക്കിയോ ഡ്രിഫ്റ്റ് നല്ല മാസമായിട്ട് നടക്കുവാണ്. കാരണം നമുക്കറിയാം നമ്മുടെ ടീമിലെ 4 പേരുണ്ട്. അത് അവൻ മുട്ടുവാണെങ്കിൽ മുട്ടുകാലി എല്ലി പിടിക്കും. ഇതെന്റെ സീൻ ഡ്രിഫ്റ്റ്. സോണിലോട്ട് ഞാൻ പറന്നു പോകുന്നു. ഞാൻ ബാക്ക് എടുക്കുന്നു തിരിച്ച് നേരെ വഴി പോകുന്നു. നീ എന്തേ? ഞാനിപ്പോ ഒരു ട്രക്കിന്റെ മണ്ടയ്ക്ക് ഇടിച്ച് കയറ്റി. ഇപ്പൊ ഞാൻ ബാക്ക് എടുക്കുന്നു തിരിച്ച് നേരെ. ഇവിടെ പ്ലെയർ എടാ പ്ലെയർ. അയ്യോ എന്റെ വണ്ടി മറിഞ്ഞ്. എന്നാലും ഞാൻ നേരെ ചോദിച്ചു ഓടിപ്പോയി ഇടിക്കടാ. ഞാനും വരട്ടെ. അയ്യോ നിന്റെ രക്ഷപ്പെട്ടു. ഞാൻ ഭാഗ്യത്തിനാ രക്ഷപ്പെട്ടെ. എടാ വേറെ വണ്ടിയില്ലേ? നിന്റെ വണ്ടി വരോ? നീ കേറ്. എനിക്ക് 4 പേരുണ്ട്. 3 പേര് നമ്മുടെ സ്ക്വാഡിലാണ്. എടാ നമുക്ക് അവനെ തന്നെ റിവൈവ് ചെയ്താലോ? എടാ വേണ്ട നമ്മൾ 3 പേര് നമ്മൾ എന്തായാലും ജയിക്കും. അവൻ ചത്ത്. അവൻ തോണിക്കേറി ചത്ത്. അപ്പൊ ഗൈസ് ഞങ്ങൾ ഈ ചലഞ്ച് സക്സസ്ഫുള്ളി ബൂയി അടിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പം ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പം ഞാനും സിധുവും വീണ്ടും ഒരു കിടുക്കൻ കിണ്ണാച്ചി ചലഞ്ച് ആയിട്ട് വരും. അപ്പോഴത്തേക്കും സ്റ്റേ ട്യൂൺഡ്.